ഇതാണ് ഞങ്ങളുടെ ലൂക്കക്കുട്ടൻ. അവൻ ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് സ്കൂട്ടിയിൽ ഞങ്ങൾ രണ്ടിന്റെ ഇടയിലിരുന്ന് ഇങ്ങനെ യാത്ര ചെയ്ത് പോവാൻ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ട് കേട്ടാൽ അവ എവിടെന്നെങ്കിലും ഓടിപ്പിടഞ്ഞ് വന്ന് ചാടി എന്റെ മണ്ടയെ വലിഞ്ഞ് കയറാതെ അവനൊരു സമാധാനം കിട്ടത്തില്ല. ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് അവനെ ഇങ്ങനെ ഇടയ്ക്ക് ഇരുത്തി കൊണ്ടുപോകാൻ. അതുകൊണ്ട് തന്നെ റോഡിലുള്ള എല്ലാ ആൾക്കാരും ഇവനെ തന്നെ ഇങ്ങനെ നോക്കും. ഇവനെ കിട്ടിയതിന്റെ അന്നോട്ട് ഞങ്ങൾ ഇവനെയും കൊണ്ട് റൈഡൊക്കെ പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇരിക്കാനും അറിയാം, ഇവനെ ഇരുത്താനും അറിയാം, ഇവ സുഖമായിട്ട് അത് ഇരിക്കുകയും ചെയ്യും. പക്ഷെ ആകെ ഒരു വ്യത്യാസം, പണ്ടേ അവൻ കുഞ്ഞായിരുന്നു, ഇവനെ എടുത്ത് കയറ്റണമായിരുന്നു. ഇപ്പൊ അവൻ സ്വന്തമായിട്ട് കയറും. സാധാരണ ഈ ലാബൊക്കെ കുറച്ച് ലേസി ടൈപ്പ് ആണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവൻ ഞങ്ങളുടെ കൂടിയിട്ടാണെന്ന് അറിഞ്ഞൂടെ ഈ പരിസരത്തുള്ള എല്ലാ ഏണിയും വള്ളിയും ഇവൻ പിടിച്ചോണ്ട് വരാറുണ്ട്. പണ്ട് ഏതാ പൂച്ചയിലൂടെ കളിക്കാൻ പോയിട്ട് അത് കണ്ണി വെച്ച് അടിച്ചു കൊടുത്ത് ഇതിനെ 14 ദിവസം ക്വാറന്റൈനിൽ ഇരുത്തേണ്ട അവസ്ഥ വരെ വന്നു. എന്നിട്ട് അവൻ നന്നായ ഇല്ല. ചിലപ്പോഴൊക്കെ ഹോളിഡേക്ക് ഇവ എന്റെ വീട്ടിൽ വന്ന് നിൽക്കാറുണ്ട്. അപ്പോഴൊക്കെ ഇവിടെ ഉള്ളവർക്കൊക്കെ തിരിച്ചറിയാം ഇവ ഇവിടെ ഇല്ലെന്ന്. കാരണം അത്ര നിശബ്ദതയായിരിക്കും ഈ ഏരിയ. പക്ഷേ ഇവന് ഞങ്ങളോടുള്ള ഈ സ്നേഹം കാണുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇവൻ ചെയ്ത കുരുത്തക്കേടെല്ലാം മറന്നു പോകാറുണ്ട് ഇവന്റെ ആ നിഷ്കളങ്കമായ മുഖത്ത് നോക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഹീ ഈസ് ഓൾവേസ് സ്പെഷ്യൽ ഫോർ അസ്.